ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 20 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാനിനി യോഗ്യനല്ല. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാന തിരുനാളിന് ഒരുങ്ങുകയാണ്. ഇന്നലെ നമ്മൾ കേൾക്കുകയുണ്ടായി, ഈശോ ഉദ്ധിതനായി എന്ന് പറയുമ്പോൾ ഇന്നും ജീവിക്കുന്നവനായ ഈശോയെ നമ്മൾ ആരാധിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ള ദൈവത്തെ നമ്മൾ തിരിച്ചറിയുകയും അവിടുത്തെ ആരാധിക്കുകയും ചെയ്യുകയാണ്. ഇനി നമ്മൾ ദൈവത്തെ തേടി അവിടെ ഇവിടെയൊന്നും അലയണ്ട. നമ്മുടെ കൂടെയുണ്ട്, അവൻ ജീവിക്കുന്നവനാണ്. ആ ഒരു വലിയ സന്തോഷത്തിൻ്റെ അനുഭവമാണ് ഈസ്റ്റർ നമുക്ക് തരുന്നതെന്ന്, നമുക്ക് നൽകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ ഒരു ന്യായമായ ചോദ്യമുണ്ട് സാധാരണ മനുഷ്യന്. സുവിശേഷത്തിൻ്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ ഈശോ മിശിഹ മനുഷ്യനായി അവതരിച്ചു, പാടുപീടുകൾ സഹിച്ചു, നമ്മുടെ എല്ലാം പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവിടുന്ന് കുരിശിൽ സ്വയം യാഗമായി പിതാവായി ദൈവത്തിന് സമർപ്പിച്ചു. അങ്ങനെ നമ്മളുടെ എല്ലാം പാപത്തിൻ്റെ ഭാരത്തിൽ നിന്ന് നമ്മൾ രക്ഷിച്ചു. കൊള്ളാം, നന്നായിരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈശോ ഇങ്ങനെയൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്? ഇത്രയും ഇങ്ങനെ ചെയ്യാനായിട്ട് നമ്മൾ ആരാണ്? ഈ ഭൂമിയിൽ എന്നെ നീ ഇത്രമേൽ സ്നേഹിപ്പാൻ ഞാൻ ആരാണെന്ന് ഈശോയെ? ധൂർത്തപുത്രൻ്റെ ഉപമയിൽ ലൂക്കായുടെ സുവിശേഷം 15 നമ്മൾ കാണുന്നുണ്ട്. ധൂർത്തൻ അവൻ ചെയ്ത കാര്യങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല. കാരണം എന്താ? അവന് സ്വത്തുണ്ടാക്കിയ അപ്പനെ വേണ്ട, പക്ഷേ അപ്പനുണ്ടാക്കിയ സ്വത്തൊക്കെ വേണം. നമ്മുടെയൊക്കെ ചില മക്കളുടെ ഒരു മനോഭാവമാണത്. അപ്പന്മാരും അമ്മമാരും ഉണ്ടാക്കുന്ന സ്വത്തൊക്കെ ഞങ്ങൾക്ക് വേണം, സൗകര്യങ്ങളൊക്കെ വേണം, പക്ഷേ ഇതുണ്ടാക്കിയ അവരെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ധൂർത്തൻ. ഇളയ മകൻ ചെന്ന് പിതാവിനോട് ചോദിക്കുകയാണ്, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി ഇങ്ങോട്ട് തന്നേക്കുക, ഞാൻ പോവാം. അങ്ങനെ കുടുംബത്തെ തിരസ്കരിച്ച് പോയവനാണ് ഈ മകൻ. ഇവനെ ഇനി വീട്ടിൽ കയറ്റേണ്ട കാര്യമില്ല, കാരണം നിനക്ക് കിട്ടാനുള്ളതെല്ലാം വളരെ ന്യായമായിട്ട് കിട്ടി, നിനക്കിനി പോകാം. അങ്ങനെയുള്ള ആ മകൻ, അവന് ഒന്നും കിട്ടാതെ പട്ടിണിയായപ്പോൾ, പന്നിക്കൂട്ടിൽ പട്ടിണിക്കിരിക്കുന്ന ഈ മകൻ, രാജകുമാരനെ പോലെ കഴിഞ്ഞവനാണവൻ. അവൻ ഒന്നുമില്ലാതെ പട്ടിണിയായിട്ടിരിക്കുമ്പോൾ അവന് സുബോധമുണ്ടായി. പിതാവിൻ്റെ പക്കൽ ദാസന്മാർ പോലും എത്രയോ സുഭിക്ഷമായി കഴിയുന്നു. അതുകൊണ്ട് എൻ്റെ പുത്രസ്ഥാനം നഷ്ടപ്പെട്ടു, ഇനി എനിക്ക് ദാസനായി എങ്കിലും തിരിച്ചു ചെല്ലാൻ സാധിക്കുമോ? അങ്ങനെയാണ് അവൻ ചിന്തിക്കുക. പുത്രസ്ഥാനം അവൻ നഷ്ടപ്പെടുത്തി, സ്വത്തൊക്കെ എല്ലാം വാങ്ങിപ്പോകുന്നതോടുകൂടി ഇനി പുത്രസ്ഥാനം കിട്ടില്ല. എന്നാൽ പിന്നെ ദാസനായിട്ട് അവിടെ ജോലിക്ക് കിട്ടുമോ? കാരണം നല്ല ഭക്ഷണം കിട്ടും. പന്നിക്കൂട്ടിൽ പന്നികൾ ധൂർത്തനെ ധ്യാനിപ്പിച്ചു എന്നാണ് പറയുന്നത്. അയാൾക്ക് മാനസാന്തരം ഉണ്ടായി. പന്നികൾ ധ്യാനിപ്പിച്ചത് എങ്ങനെയാണ്? പട്ടിണി കിട്ടുക. മുഴുവൻ ഭക്ഷണവും പന്നികൾ ആർത്തിയോടെ തിന്നു തീർത്തു. പന്നികൾ മിച്ചം വയ്ക്കുമെന്നോർത്ത് മണ്ടനായ ധൂർത്തപുത്രൻ അങ്ങനെ കുത്തിയിരിപ്പാണ്. അവർ മിച്ചം വയ്ക്കുമോ? പന്നികൾ വല്ലതും മിച്ചം വയ്ക്കുമോ? അവർ മുഴുവൻ തിന്നു തീർത്തു. അപ്പോൾ അവന് സുബോധമുണ്ടായി. അങ്ങനെ അവൻ മടങ്ങിപ്പോവുകയാണ്. മടങ്ങിച്ചെല്ലുമ്പോൾ അവനെ വീട്ടിൽ കയറ്റേണ്ട കാര്യമുണ്ടോ? കാരണം അവൻ എല്ലാം തിരസ്കരിച്ച് പോയതാ. അപ്പനുമൊക്കെ പുറകെ നടന്ന് പറഞ്ഞതായിരിക്കും, മോനെ പോവല്ലടാ, പോയി. ഇനി തിരിച്ചു വരുവാണെങ്കിൽ പുകഞ്ഞ കൊള്ളി പടിക്ക് പുറത്ത്, ആ ഒരു നിലപാടെടുത്താൽ മതി. പക്ഷേ അപ്പൻ ദൂരെ നിന്നേ അവനെ കണ്ട്
അവൻ മടങ്ങി വരുമ്പോൾ അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് പറയുന്നത് എന്താണ്? ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ, ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പ് പണിയിക്കുവിൻ, കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ലുവിൻ, നമുക്ക് തിന്ന് ആഹ്ലാദിക്കാം. കാരണം അവൻ നഷ്ടപ്പെട്ടവനായിരുന്നു, അവൻ തിരികെ കിട്ടി. പുത്രസ്ഥാനം നഷ്ടപ്പെടുന്നില്ല. പ്രവൃത്തികളിലൂടെ പുത്രസ്ഥാനം നഷ്ടപ്പെടുന്നില്ല. നിന്റെ പ്രവൃത്തികൾ ദുഷിച്ചതാണെങ്കിലും ദൈവം നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് പതിയണം. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തെ മാത്രമല്ല നമ്മൾ കരുതുന്നത്, മറിച്ച് നമ്മൾ എന്തെല്ലാം പ്രവൃത്തികൾ, മോശപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നമ്മളെ കരുതുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ദൈവം, ഈ ദൈവത്തെയാണ് ഈ പീഡാനുഭവ ചരിത്രവും ഉത്ഥാനവും എല്ലാം നമ്മുടെ മുമ്പിൽ വയ്ക്കുക. എന്തുകൊണ്ട് ഈശോ നമുക്ക് വേണ്ടി മരിച്ചു എന്ന് ചോദിച്ചാൽ, ബിക്കോസ് യു ആർ മോർ ദാൻ വാട്ട് യു ഡു. നീ ചെയ്യുന്ന പ്രവൃത്തികളെക്കാളും വിലയുണ്ട് നീ എന്ന വ്യക്തിക്ക്. മനസ്സിലാക്കാൻ അല്പം പാടാണ്. കാരണം നമ്മളെല്ലാം പൊതുവേ പ്രവൃത്തികൾ മൂലം ആൾക്കാരെ വിധിക്കുന്ന ആൾക്കാരാണ്. അവൻ ചെയ്തത് ശരിയായില്ല, അവൻ എനിക്കിഷ്ടമില്ല, ഇവൻ എന്നോട് അങ്ങനെ ചെയ്തു, ഇവനെ ഞാനിനി ജീവിതത്തിൽ എൻ്റെ സുഹൃത്ത് വലയത്തിൽ പ്രവേശിപ്പിക്കില്ല, അവനെന്നെ വഞ്ചിച്ചു, അവന് പടിക പുറത്താണിനി, ഇവനെന്നെ മൈൻഡ് ചെയ്തില്ല. ഇങ്ങനെയെല്ലാം നമ്മൾ മനുഷ്യരെ അവരുടെ പ്രവൃത്തികൾ മൂലം വെറുക്കും, അവരെ മാറ്റി നിർത്തും. പക്ഷേ പ്രവൃത്തികളാൽ അവരെ മാറ്റി നിർത്തരുത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന മനോഹരമായ വചനഭാഗമാണ് ധൂർത്തൻ്റെ ഉപമ. ഈശോ നിനക്ക് വേണ്ടി പീഡകൾ സഹിച്ചതും മരിച്ചതും നീ എന്ന വ്യക്തിക്ക് വിലയുള്ളതുകൊണ്ടാണ്. നീ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ മോശമാണെങ്കിലും നീ എന്ന വ്യക്തിക്ക് വിലയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ആ വിലയിലൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി, വ്യത്യാസങ്ങളുണ്ടാവും. നമ്മൾ നന്നായിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. കാരണം എന്താണ്? നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നൊരു ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരും. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. അതുകൊണ്ട് അവൻ പാപത്തിൻ്റെ അല്ലെങ്കിൽ സാത്താൻ്റെ സ്വാധീനത്തിൽ അവൻ ചില പാപപ്രവൃത്തികൾ ചെയ്താലും അവനെ ഞാൻ തള്ളിക്കളയുന്നില്ല. അവൻ എന്ന് തിരികെ വരുന്നോ അവനെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അവൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് അവയ്ക്ക് പരിഹാരം ചെയ്യാൻ ദൈവമേ നീ തയ്യാറാകുന്നു. ഇതാണ് ഉത്ഥാന പെരുന്നാൾ നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശം. കുരിശിൻ്റെ അർത്ഥം എന്തുകൊണ്ട് അവിടുന്ന് കുരിശുകൾ സ്വീകരിക്കുന്നു, കുരിശിൽ മരിച്ചു എന്നൊക്കെ ചോദിച്ചാൽ, എൻ്റെ പ്രവൃത്തികളെക്കാൾ അധികമായി എന്നെ അവിടുന്ന് സ്നേഹിക്കുന്നു എന്നു മാത്രമാണ് പ്രിയപ്പെട്ടവരെ അതിൻ്റെ അർത്ഥം. നമ്മൾ വചനം വായിക്കുമ്പോൾ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് നല്ലതാണ്. മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ദൈവമാണ്, അവനെ പരിപാലിക്കുന്നത് ദൈവമാണ്. അവൻ സ്വന്തം പ്രവൃത്തികളിലൂടെ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. പക്ഷേ എപ്പോഴും അവനെ തിരികെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നതും അതിനായിട്ട് മാർഗങ്ങൾ തേടുന്നതും അതിനായി പ്രവാചകന്മാരെയും ന്യായാധിപന്മാരെയും രാജാക്കന്മാരെയും എല്ലാം ഈ ജനത്തെ നയിക്കാനായി, രക്ഷയിലേക്ക് അവരെ നയിക്കാനായിട്ട് അയക്കുന്നതുമെല്ലാം ദൈവമാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് രക്ഷയെന്ന് പറയുന്നത്. നീ നിൻ്റെ പ്രവൃത്തികൾ മൂലം ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടും ദൈവം നിന്നെ രക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നീ ഇത് നേടിയെടുത്ത ഒരു പുണ്യമൊന്നുമല്ല, ദൈവത്തിൻ്റെ കരുണയാണ്. എന്തുകൊണ്ട് ദൈവം എന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു? കാരണം ഞാൻ എൻ്റെ ദൈവത്തിന് പ്രിയപ്പെട്ടതാണ്, അത്രയേ ഉള്ളൂ. ഐ ആം വാല്യുബിൾ ഫോർ ഗാഡ്. ദൈവത്തിന് ഞാൻ വിലപ്പെട്ടവനാണ്, വിലപ്പെട്ടവളാണ്. നമ്മൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്തവരല്ല, ദൈവത്തിന് വിലപ്പെട്ടവരാണ്. ദൈവത്തിന് വിലപ്പെട്ടവരാണ് നമ്മൾ എന്നുള്ളൊരു ചിന്തയാണ് ദൈവത്തിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുക. നമ്മളെപ്പോഴും ഞാൻ കൊള്ളുകയില്ലേ, ഞാൻ കുഴപ്പക്കാരനാണേ, എന്നെ ഈശോയ്ക്ക് ഇഷ്ടമില്ലേ എന്ന് മാത്രം ചിന്തിച്ചിരിക്കരുത്. അങ്ങനെ ചിന്തിച്ചിരുന്നാൽ നമ്മൾ തിന്മയുടെ ലോകത്തിലായിരിക്കും. ഞാൻ കൊള്ളുകയില്ല, ഞാൻ ഇച്ചിരി ഉഴപ്പന. ചില ആൺകുട്ടികളെ കണ്ടിട്ടുണ്ട്, അവരിൽ തന്നെ അഭിമാനിക്കുന്നത്, ഓ ഞങ്ങൾ ഇച്ചിരി ഉഴപ്പന്മാരാ. കാരണം എന്താ? പിന്നെ ഉഴപ്പ് പരിപാടിയൊക്കെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്താണെന്ന്
വിശ്വസിക്കുന്നോ അത് തന്നെ നമ്മളായിത്തീരുകയാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളായിത്തീരുകയാണ്. നമുക്ക് കൃപയൊന്നുമില്ലേ, ദൈവത്തിന് നമ്മളെ ഇഷ്ടമില്ലേ, നമ്മൾ പാപികളാണ് എന്നും പറഞ്ഞുകൊണ്ട് ദൈവകൃപയിൽ നിന്ന് കൃപയ്ക്ക് അയോഗ്യരാണ് എന്ന് പറഞ്ഞ് ദൈവകൃപയിലേക്ക് കടന്നു വരാനായിട്ട് മടിച്ച് നിന്നാൽ എന്താണ് സംഭവിക്കുക? നമ്മൾ അകന്നു പോകും. അതേസമയം ദൈവമേ, ഞാൻ ഒരു പാപം ചെയ്തു പോയി, അല്ലെങ്കിൽ ഞാൻ കുറേ പാപങ്ങൾ ചെയ്തു, പക്ഷേ നീ എന്നെ വീണ്ടെടുത്തവനാണ്, എനിക്കെപ്പോൾ വേണമെങ്കിലും നിൻ്റെ പക്കലേക്ക് തിരികെ വരാം, നിൻ്റെ സ്നേഹത്തിലേക്ക് എന്നെ തിരികെ വിളിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവം നിന്നെ ചേർത്ത് പിടിക്കുകയാണ്. ബിക്കോസ് യു ആർ മോർ വാല്യുബിൾ ദാൻ വാട്ട് യു ഡിഡ്. നീ ചെയ്ത പ്രവൃത്തിയേക്കാളും വിലയുണ്ട് നീ എന്ന വ്യക്തിക്ക്. അതൊരു വലിയ ബോധ്യമായിട്ട് വരണം. നമുക്കറിയാം നമ്മുടെ സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്ന പാപിനിയായ സ്ത്രീയുടെയൊക്കെ കഥ. അവൾ പാപം ചെയ്തു, അവളെ പാപത്തിൽ പിടിച്ചു, എന്നിട്ട് ഈശോയുടെ അടുക്കൽ കൊണ്ടുവന്നു. വിധിക്ക്. ഈശോ വിധിച്ചോ? ഇല്ല. ഈശോ പറഞ്ഞു, പാപമില്ലാത്തവൾ അവളെ കല്ലെറിയട്ടെ. ആരെങ്കിലും കല്ലെറിഞ്ഞോ? ഇല്ല. എന്നിട്ട് ഈശോ പറയുന്നത് എന്താ? ഞാൻ നിന്നെ കല്ലെറിയാൻ പോകാനെന്നാണോ? അല്ല, മറിച്ച് ഇനിമേൽ പാപം ചെയ്യരുത്, സമാധാനത്തോടെ പോവുക. ഞാൻ എപ്പോഴും ഓർക്കും, പിറ്റേ ദിവസം ഇവൾ പോയി പാപം ചെയ്തു, പിറ്റേ ദിവസം ജനക്കൂട്ടി ഇവളെ പിടിച്ചുകൊണ്ട് ഈശോയുടെ അടുത്ത് വന്നാൽ ഈശോ എന്ത് പറയും? പഴയത് തന്നെ പറയും, ഇനിയും നീ പാപം ചെയ്യരുത്, സമാധാനത്തോടെ പോയിക്കൊള്ളുക. ഈശോയ്ക്ക് അത് പറയാനേ അറിയുള്ളൂ. കാരണം നീ എന്ന വ്യക്തി നീ ചെയ്ത പ്രവൃത്തിയേക്കാളും വിലയുള്ളവളാണ്. പാപിനിയായ സ്ത്രീ അത് ഒരു പ്രാവശ്യം കേട്ടതേ ഉള്ളൂ. അവളെ ആ സ്നേഹം സ്പർശിച്ചു. അവൾക്ക് സ്വന്തം വില ബോധ്യമായി. ഞാൻ ദൈവത്തിൻ്റെ മകളാണെന്നും ഞാൻ രക്ഷകനായ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവളാണെന്നും ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരെന്നും ഒക്കെയുള്ള ഒരു ചിന്ത അവളിലേക്ക് കടന്നു വന്നപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വലിയൊരു മാറ്റം സംഭവിക്കുകയാണ്. ശിക്ഷിച്ചിട്ട് മാറ്റാനാവാത്തത് രക്ഷയിലൂടെ ദൈവം നേടിയെടുക്കുകയാണ്. അവൾ ഈശോയുടെ ശിഷ്യയായിട്ട് മാറി, ഉത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷിയായിട്ട് മാറി. വലിയ സ്ഥാനം അവൾക്ക് ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കുന്നിടത്തെല്ലാം ലഭിക്കുകയാണ്. അവൾ കൃപ സ്വീകരിച്ചു. അവൾ സ്വന്തം വില മനസ്സിലാക്കി. നമ്മൾ ഓരോരുത്തരും സ്വന്തം വില മനസ്സിലാക്കിയാൽ നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ അറിയാതെ നന്നായി പോകും. പണ്ട് പറയാറില്ലേ, കുടുംബത്തിൽ പറഞ്ഞവനാ അവൻ അങ്ങനൊന്നും ചെയ്യത്തില്ല, കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ സംസാരിക്കുകയില്ല. കൃത്യമാണത് പ്രിയപ്പെട്ടവരെ. നമ്മളൊരു നിലവാരമുള്ളവരാണെന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യില്ല. ക്രിസ്ത്യാനി കള്ളത്തരം കാണിക്കുകയില്ല, ക്രിസ്ത്യാനി കൈക്കൂലി മേടിക്കുകയില്ല, ക്രിസ്ത്യാനി ആരെയും വഞ്ചിക്കുകയില്ല. കാരണം എന്താ? ഈശോ മിശിഹായുടെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ് ക്രിസ്ത്യാനി. അവനത് ചെയ്യാൻ പാടില്ല, അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, സ്വന്തം വില നീ തിരിച്ചറിയുകയാണെങ്കിൽ, നീ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണെന്ന് നീ തിരിച്ചറിയുകയാണെങ്കിൽ നിന്റെ പ്രവൃത്തികൾ മുഴുവൻ മാറും. അതുകൊണ്ട് ചെയ്ത പാപങ്ങളെ ഓർത്ത് വിലപിച്ച് സ്വയം കുറ്റപ്പെടുത്തി സമയം കളയാതെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുക. അപ്പോൾ ആ സ്നേഹാനുഭവത്തിൽ നമ്മൾ വളരും. ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു അവബോധം കൂടുതൽ കിട്ടും. വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഈശോയുടെ സ്നേഹത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മുടെ ആത്മീയതയെ ഇച്ചിരി നെഗറ്റീവായിട്ട് പലരും അവതരിപ്പിക്കുന്നുണ്ട്. പന്നി പാപം ചെയ്തു, ആ പാപം ഇതാണ്, അതുകൊണ്ട് പാപം ചെയ്തവന് ശിക്ഷ കിട്ടുന്നു, അതുകൊണ്ട് നിന്നെ ദൈവം തകർത്ത് കളയും, നിൻ്റെ തലമുറ തോറും ദൈവം നിന്നെ തകർക്കും. ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള സന്ദേശങ്ങൾ ഒത്തിരി നമുക്ക് കിട്ടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സുവിശേഷം ഒത്തിരി പോസിറ്റീവാണ്. സുവിശേഷത്തിന് നിന്നെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണ്. എന്തുകൊണ്ടാണ്? വചനം ലോകമെങ്ങ് പോയി സുവിശേഷം പറയുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ സർവ്വസൃഷ്ടികളോടും നീ സുവിശേഷം പറയണം. കാരണം ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട്, വലിയ പ്രത്യാശയാണ് നമ്മളിൽ. തിരിച്ചു വരാൻ സാധിക്കുമെന്നുള്ളൊരു വലിയ പ്രത്യാശ. പക്ഷെ നിനക്ക് നിന്നിൽ ആ പ്രത്യാശയുണ്ടോ? പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ നീ നിന്നിൽ വിശ്വസിക്കണം. എന്താണ് വിശ്വസിക്കേണ്ടത്? ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമാണെന്ന് വിശ്വസിക്കണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, വിശ്വസിച്ചവർക്ക് അവിടുന്ന് ദൈവത്തിൻ്റെ മക്കളാകാൻ അനുഗ്രഹം കൊടുത്തു.
ദൈവമക്കളാകുന്നത് വിശ്വാസത്തിലൂടെയാണ്. വിശ്വാസം എന്ന് പറയുന്നത് സ്നേഹമാണ്, സ്നേഹത്തിലൂടെയാണ്. അതേസമയം പ്രവൃത്തി മൂലമാണ് നമ്മൾ സാത്താൻ്റെ സന്തതികളായിട്ട് മാറുന്നത്. മനുഷ്യൻ വിശ്വാസം മൂലമാണ് ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് മാറുന്നത്. സ്നേഹത്തിലൂടെ, പ്രവൃത്തികളിലൂടെ മനുഷ്യൻ സാത്താൻ്റെ സന്തതികളായിട്ട് മാറുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് ശരിക്കും ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ കുറ്റബോധമല്ല നിറയേണ്ടത്, പാപബോധത്താൽ നിറയണം. ചിലതിങ്ങനെ, അയ്യോ ഞാൻ അത് ചെയ്തേ ഇത് ചെയ്തേ, ഈശോയ്ക്ക് എന്നെ ഇഷ്ടമില്ലായിരിക്കും, ഞാൻ എൻ്റെ ഈശോയെ അങ്ങനെ ചെയ്തല്ലോ എന്നോർത്ത് ഇങ്ങനെ വിലപിച്ച് കഴിയും. സന്തോഷമായിട്ടിരിക്കേണ്ടവരാണ് നമ്മൾ, ആനന്ദത്തോടെ ജീവിക്കേണ്ടവരാണ് നമ്മൾ. ഓരോ നിമിഷവും ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ്, കൂടെ നടക്കുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞ് ഒത്തിരി ഹൃദയ നിറവോടെ ജീവിക്കേണ്ടവരാണ് നമ്മൾ. നമ്മളെ ജീവനുള്ള മനുഷ്യരായി, തികവിൽ ജീവിക്കുന്ന മനുഷ്യരായി, കൂടെയുള്ളവർക്കെല്ലാം സ്നേഹത്തിൻ്റെ ഊർജം കൊടുക്കുന്ന മനുഷ്യരായി ജീവിക്കേണ്ടവരാണ് നമ്മൾ. നമ്മളിങ്ങനെ വിലപിച്ച് കഴിയേണ്ടവരല്ല. പാപബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? പാപബോധം ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചുള്ള ധ്യാനമാണ്. അതുകൊണ്ടാണ് ഫുൾട്ടൻ ജെഷീൻ പറയുന്നത്, കുറ്റബോധമെന്നാൽ അവനവൻ്റെ കുറവുകളിലേക്ക് നോക്കിയിരിക്കുന്നതാണ്. അവനവൻ്റെ കുറവുകളിലേക്ക് നോക്കിയിരിക്കുന്നതാണ് കുറ്റബോധം. ദൈവത്തിൻ്റെ കരുണയിലേക്ക് നോക്കിയിരിക്കുന്നതാണ് പാപബോധം. കുറ്റബോധം കൂടിയാൽ നമുക്ക് നമ്മളെ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സർവ്വപ്രത്യാശയും കളയുന്ന രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ വെറുക്കുന്ന അവസ്ഥയിലേക്ക് വരും. പാപബോധം കൂടുന്തോറും ദൈവത്തോടുള്ള ബന്ധം വർദ്ധിച്ചു വരും. നമുക്ക് നമ്മളെക്കുറിച്ച് ഒത്തിരി സന്തോഷം, കൃതജ്ഞത ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ അറിയാതെ നമ്മുടെ പ്രവൃത്തികൾ നന്നാവും. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിൽ തന്നെ വിശ്വസിക്കണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന്. ദൈവത്തിൻ്റെ മക്കളാണെന്ന് വിശ്വസിക്കുമ്പോൾ നമുക്ക് പ്രത്യാശയോടെ ജീവിക്കാൻ സാധിക്കും. ഉത്ഥാനത്തിൻ്റെ പ്രത്യാശയെന്ന് പറയുന്നത് എന്താണ്? കുരിശിലും പ്രത്യാശയാണ്, മരണത്തിലും പ്രത്യാശയാണ്. നിൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രത്യാശ എടുത്തു കളയുന്ന ഒന്നിനും ഇനി സ്ഥാനമില്ല എന്നുള്ളൊരു ചിന്ത. സക്കേവൂസിൻ്റെ ജീവിത കഥയിൽ നമ്മൾ കാണുന്നത് ഇതൊക്കെ തന്നെയാണ്. സക്കേവൂസ് വാസ് മോർ വാല്യുബിൾ ദാൻ വാട്ട് ഹി ഡിഡ്. അവൻ്റെ പ്രവൃത്തികളൊക്കെ പാപങ്ങളായിരുന്നു. പക്ഷേ സക്കേവൂസ് ഈ ചെയ്ത പാപങ്ങളെക്കാളും വിലയുണ്ട് സക്കേവൂസ് എന്ന മനുഷ്യന്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നമുക്കിന്ന് ഒരുമിച്ച് പോയി താമസിക്കാൻ, എനിക്കിന്ന് നിൻ്റെ വീട്ടിൽ താമസിക്കണം. സ്നേഹം സ്പർശിച്ചിട്ട് സക്കേവൂസ് പറയുന്നുണ്ട്, ഞാനെല്ലാം തിരികെ കൊടുക്കുകയാണ്. ഈശോ വഴക്കൊന്നും പറഞ്ഞില്ല. ഈശോ അവനിലെ ദൈവപുത്രത്വത്തെ ഒന്ന് ഉണർത്തി. നീ ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തിൻ്റെ കടാക്ഷം കിട്ടിയവനാണ് നീ ഇനി എല്ലാവരെയും പോലെ ജീവിക്കേണ്ടവനല്ല. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് നമ്മളെക്കുറിച്ച് ഒത്തിരി പ്രത്യാശയാണ്. അതാണ് നമ്മൾ ഈ നോമ്പുകാലത്ത് മുഴുവൻ ധ്യാനിച്ചത്. ഈശോ എനിക്ക് വേണ്ടി ഇത്രയും പാടുപീടുകൾ സഹിക്കണമെങ്കിൽ ഞാൻ വിലയുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തിലേക്ക് വരില്ല. സ്വയം വില തിരിച്ചറിയുമ്പോൾ, ഞാൻ ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ എൻ്റെ പ്രവൃത്തികൾ അറിയാതെ നന്നാവും. കോഴിക്കുഞ്ഞുങ്ങളുടെ ഇടയിൽ വളരുന്ന പരുന്തിനെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോഴിക്കുഞ്ഞുങ്ങളുടെ ഇടയിൽ വളരുന്ന പരുന്ത് കോഴിക്കുഞ്ഞുങ്ങളെപ്പോലെ തീറ്റയും തിന്ന് നടക്കുകയാണ്. ഒരു ദിവസം ഒരു പരുന്ത്, വലിയ ഭീമാകാരൻ ഒരു പരുന്ത് വട്ടമിട്ട് പറക്കുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെപ്പോലെ ഈ പരുന്ത് മുകളിലേക്ക് നോക്കുകയാണ് വിസ്മയത്തോടെ. അവൻ തിരിച്ചറിയുന്നില്ല അവനും ഇതുപോലെ പറക്കാനുള്ള കഴിവുണ്ടെന്ന് അവൻ തിരിച്ചറിയുന്നില്ല. ഹി ഡസ് നോട്ട് റെക്കഗ്നൈസ് വാട്ട് ഹീ ഈസ്. നമ്മുടെയും പ്രശ്നം അതാണ്. മനുഷ്യൻ തിരിച്ചറിയുന്നില്ല അവൻ എന്താണെന്ന്, അവനെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ ഉദ്ധാനത്തിൻ്റെ മക്കളാകുന്നത് പരസ്പരം പ്രത്യാശ കൊടുക്കുന്നവരായിക്കൊണ്ടാണ്. ഈശോയ്ക്ക് നമ്മളെക്കുറിച്ച് പ്രത്യാശയാണെങ്കിൽ തിരികെ വരാൻ സാധ്യതയുണ്ട്. ഞാൻ കുരിശെടുക്കുന്നത് അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം എന്താ? അവൻ വിലയുള്ളവനാണ്, അവൻ തിരികെ വരാനായിട്ട് പറ്റും. ആ ഒരു വലിയ ബോധ്യത്തോടെയാണ് ഈശോ നമുക്ക് വേണ്ടി പാടുപിടകൾ സഹിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളും പരസ്പരം വില കൊടുക്കുന്നവരായിട്ട് മാറണം. നമ്മൾ പരസ്പരം വിശ്വസിക്കണം, നന്നാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെക്കുറിച്ച് എന്തോ ഒരു പ്രത്യാശയാണ്. എന്തെല്ലാം കുരുത്തക്കേട് കാണിച്ചാലും അവർ നമ്മളെ തള്ളിക്കളയുകയില്ല. അപ്പനെ തല്ലിയാലും അമ്മയെ തല്ലിയാലും ഒന്നും മക്കളെ അപ്പനും അമ്മയും തള്ളിപ്പറയുകയില്ല. കാരണം എന്താ? പ്രത്യാശയാണ്, നാളെ അവൻ ശരിയാവും.
ഞങ്ങൾ ഈ വൃക്ഷത്തിന് തീയിടട്ടെ. വേണ്ട, അത് ചുവട് കിളച്ചൊന്ന് നമുക്ക് വളവിടാം, ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ശരിയാവും. പ്രിയപ്പെട്ടവർ, ഈ ഒരു വലിയ പ്രത്യാശ നമുക്കും പരസ്പരം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കുടുംബ ജീവിതങ്ങളിൽ എന്തോ ഒരു വലിയ സന്തോഷം ഉണ്ടാവും. ദൈവം നമ്മളെ വിശ്വസിച്ചതുപോലെ നമ്മളൊന്ന് പരസ്പരം വിശ്വസിച്ചേ. ഓരോ വ്യക്തിയും നല്ലതാണെന്നും ഓരോ വ്യക്തിയും അവർ നന്നായിക്കൊള്ളുമെന്നും ഒക്കെ ഒന്ന് വിശ്വസിച്ച് നോക്കിയേ. എന്തൊരു വ്യത്യാസമാണ്. എന്നോട് കുറേ പ്രായമായ ഒരു സഹോദരി പറഞ്ഞു, പിതാവേ, ഞാൻ ഇരിയാനെ ഡൈവോഴ്സ് ചെയ്യാൻ പോവാം. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മച്ചി, ഈ പ്രായത്തിൽ ഇനിയിപ്പോൾ എന്നാ ഡൈവോഴ്സ്? പിന്നെ അദ്ദേഹം പറഞ്ഞു, ഈ സ്ത്രീ പറയുന്നത്, എൻ്റെ ഭർത്താവിന് ഇത്രയും നാൾ ജോലി ഉണ്ടായിരുന്നു പിതാവേ, അപ്പോൾ അയാൾ രാവിലെ അങ്ങ് ഓഫീസിൽ പോകുമായിരുന്നു. ഇപ്പോൾ ജോലിയൊന്നുമില്ല, റിട്ടയറൊക്കെ ചെയ്ത് വീട്ടിൽ വന്നിരിക്കുക. ഇപ്പോൾ ഇദ്ദേഹത്തിന് ഭരിക്കാനായിട്ട് ഓഫീസൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് കസേരയിട്ട് അടുക്കളയെ ഭരിക്കുകയാണ്. എന്നിട്ട് എന്നെ എപ്പോഴും കുറ്റം പറയുകയാണ്, ഭക്ഷണം ഉണ്ടാകുന്നത് ശരിയാകുന്നില്ല, ഇങ്ങനെയാണോ കറിക്കരിയുന്നത്, അങ്ങനെയാണോ മീൻ പറക്കുന്നത് എന്ന് തുടങ്ങി ഇങ്ങനെ എൻ്റെ പുറകെ നടക്കുകയാണ്. എനിക്ക് മടുത്തു, ഞാൻ ഡൈവോഴ്സ് ചെയ്യാൻ പോവാ. നമ്മളിങ്ങനെ തിരുത്തി മറ്റുള്ളവരിലെ കുറവുകൾ മാത്രം കണ്ടുപിടിച്ച് നടക്കുന്നവരായി കാണുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ ഒരു സന്തോഷത. ചിലരെ കണ്ടിട്ടില്ലേ, വീട്ടിലെ ഈ പൊടിയെല്ലാം തുടച്ച് നടക്കും. അവിടെ പൊടി, ഇവിടെ പൊടി, അത് വൃത്തിയില്ല, അങ്ങനെയാ ഇങ്ങനെയാ, തൂക്ക് തുടയ്ക്ക്, സർവ്വനേരവും അവിടെ ഈ പണി ചെയ്യാൻ മാത്രമേ നേരമുള്ളൂ, സന്തോഷമില്ല. യഥാർത്ഥത്തിൽ നിൻ്റെ വണ്ടി ഇങ്ങനെയെങ്കിലും ഓടുന്നുണ്ടല്ലോ, നീ ഇങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ചിലപ്പോൾ നാളെ ഇച്ചിരി കൂടെ നന്നായിട്ട് നിനക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ആ ഒരു പ്രത്യാശയിലേക്ക് കടന്നു വരുമ്പോൾ ഒത്തിരി വ്യത്യാസമാണ്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇച്ചിരി സ്പേസ് കൊടുക്കണമെന്ന് പറയും. നമ്മളായിരിക്കാനായിട്ടൊരു ദൈവം നമുക്ക് എന്തേരം സ്ഥലം, എന്തേരം സമയം നമുക്ക് തരുന്നു തിരിച്ചു വരാൻ. നമ്മളും അതുപോലെ പരസ്പരം അവരവരുടെ പ്രവൃത്തികളിലേക്ക് തൃപ്തിപ്പെട്ട് നല്ല വർത്തമാനമൊക്കെ എന്ന് പറഞ്ഞ് കൊള്ളാം, നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ അവരും വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ തയ്യാറാവുകയാണ്. നമുക്ക് ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടുവരാനായിട്ട് സാധിക്കണം. മറ്റുള്ളവരുടെ പ്രവൃത്തികൾ നോക്കി അവരെ വിധിക്കുന്ന ഒരു സ്വഭാവം കളഞ്ഞിട്ട് അവരിൽ രക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവരെ ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു സ്വഭാവം, അത് വളർത്തിയെടുക്കുകയാണെങ്കിൽ കുടുംബത്തിലൊക്കെ ഒത്തിരി ശാന്തതയുണ്ടാവും, ഒത്തിരി ക്ഷമയുടെ അനുഭവത്തിൽ വളരാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ക്ഷമയെന്നൊക്കെ പറയുന്നത് എന്താ? നമ്മളിലെ തന്നെ കുറവുകൾ ക്ഷമിക്കാനുള്ള കഴിവാണ് അടിസ്ഥാനപരമായിട്ട് ക്ഷമയിലേക്ക് നയിക്കുക. ഞാൻ പെർഫെക്റ്റ് അല്ല, എല്ലാം തികഞ്ഞവനല്ല, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യണം, പക്ഷെ ഒരിക്കലും ഞാൻ പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ നമ്മുടെ ഉള്ളിലെ തന്നെ കുറവുകൾ ക്ഷമിക്കാൻ, ബിക്കോസ് ഐ ആം മോർ വാല്യുബിൾ ദാൻ വാട്ട് ഐ ഡു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെക്കാളും വിലയുണ്ട് ഞാനെന്ന വ്യക്തിക്ക് എന്നൊക്കെ മനസ്സിലാക്കി, കൊള്ളാം, നീ ചെയ്ത പ്രവൃത്തി ഇച്ചിരി മോശമാണെങ്കിലും നീ ഇപ്പോഴും നല്ലവനാണ് എന്നുള്ളൊരു ചിന്തയിൽ വളർന്ന് വരുമ്പോൾ നമ്മൾ കൂടുതൽ നന്മ പ്രവർത്തിക്കുന്നവരായിട്ട് മാറുകയാണ്. നമ്മളിലെ കറുത്ത പൊട്ടുകൾ മാത്രം പെറുക്കി നടക്കാതെ നന്മയുടെ വശം കാണാനുള്ള കഴിവ് വളർത്തിയെടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഉത്ഥാനത്തിൻ്റെ പ്രത്യാശ കുടുംബങ്ങളിൽ നിറയാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെയൊക്കെ വീട്ടിലെ എല്ലാവരുടെയും പ്രശ്നം എന്താ? എനിക്ക് വില തരുന്നില്ല, ഭർത്താവ് എനിക്ക് വില തരുന്നില്ല, ഭർത്താവ് പറയുന്ന ഭാര്യ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, മക്കൾ പറയുന്നത്, ഞങ്ങൾ പറയുന്നതൊന്നും അപ്പനും അമ്മയും കേൾക്കുന്നില്ല, അപ്പനും അമ്മയും പറയുന്നത് മക്കൾക്ക് ഞങ്ങളൊന്നുമല്ല പ്രധാനപ്പെട്ടത്, മറ്റുള്ളവരാണ്. എല്ലാവരുടെയും പ്രശ്നം വില തരുന്നില്ല എന്നുള്ളതാണ്. വില കിട്ടുന്നില്ല. പരസ്പരം വില കൊടുക്കാത്ത മനുഷ്യരുടെ കൂട്ടായ്മകൾ എത്രമാത്രം നിരാശാഭരിതമാകും, ഒരു സന്തോഷമില്ല. അതേസമയം പരസ്പരം വില കൊടുക്കുന്ന, പരസ്പരം ആദരിക്കുന്ന, അംഗീകരിക്കുന്ന വ്യക്തികളുണ്ടാകുമ്പോൾ ഒത്തിരി വ്യത്യാസം വരും. ദൈവം നമ്മളെ ആദരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ അംഗീകരിക്കുന്നുണ്ട്, ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ദൈവം നമ്മളിൽ പ്രത്യാശ വയ്ക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം നമ്മളെ ഓരോരുത്തരെയും വിലമതിക്കുകയാണ്, അവിടുന്ന് കാത്തിരിക്കുകയാണ്. അവൻ ഇന്ന് ഇച്ചിരി മോശമായിരുന്നു, പക്ഷെ നാളെ അവൻ തിരികെ വരും. ഇതാണ് സുവിശേഷത്തിൻ്റെ ഒരു മനസ്സ്.
അതുകൊണ്ടാണ് ഈശോ കുരിശിൽ മരിച്ച് നമ്മുടെ പാപങ്ങൾ കൂടിയും ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി യാഗമായി നമ്മളെ രക്ഷിച്ചത്. നമ്മൾ വിലപ്പെട്ടവരായതുകൊണ്ടാണ്. ഈ ഒരു ചിന്ത ഈ ഉദ്ധാന തിരുനാളിൻ്റെ ആഴ്ചയിൽ നമ്മളെ ഭരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് ഈശോ എനിക്ക് വേണ്ടി കുരിശെടുത്തു മരിച്ചു എന്ന് ചോദിച്ചാൽ, കാരണം അവിടുന്ന് എന്നിൽ പ്രത്യാശ വയ്ക്കുന്നത് കൊണ്ട് എന്നെനിക്ക് പറയാനായിട്ട് സാധിക്കും. ആ ഒരു കരുതൽ, സ്നേഹത്തിൻ്റെ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ ഉദ്ധാന തിരുനാളിന് ഒരുങ്ങുകയാണല്ലോ ഞങ്ങൾ. കർത്താവെ, അവിടുന്ന് കുരിശിൽ മരിച്ചതും ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തതും അതിനെല്ലാം അവിടുന്ന് കുരിശിലെ മരണം വഴി പരിഹാരമായതും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സ്നേഹിച്ചത് കൊണ്ടാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. തമ്പുരാനെ, ഞങ്ങൾക്ക് തന്നെ അതൊന്ന് വിശ്വസിക്കാൻ അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങൾ വിലപ്പെട്ടവരാണെന്ന്, ദൈവം വില കൊടുത്ത് വാങ്ങിയവരാണ് ഞങ്ങളെങ്കിൽ എത്രമാത്രം വിലയാണ് ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് തരുന്നത്. ആ ഒരു വലിയ ബോധ്യത്തിൽ ദൈവം വില തരുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും എന്നുള്ളൊരു ചിന്തയിൽ ജീവിക്കാൻ സാധിക്കുമ്പോൾ ഞങ്ങളുടെ പാപജീവിതങ്ങളെ ഞങ്ങൾക്ക് മാറ്റിക്കളയാനായിട്ട് സാധിക്കും എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. തമ്പുരാനെ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളിലെ നിൻ്റെ വലിയ നന്മയിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീ ഞങ്ങളെ ഓരോരുത്തരെയും വിലമതിക്കുന്നു എന്ന ബോധ്യത്തിൽ വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെയാകുമ്പോൾ കൂടുതൽ കൂടുതൽ കർത്താവിനെ സ്നേഹിക്കുവാനും വിശുദ്ധിയുടെ മാർഗത്തിലൂടെ ചരിക്കുവാനും ഞങ്ങൾക്ക് സാധിക്കും. അതിന് കൃപ തരണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ.